കേരളത്തിലെ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ മത്സര ചിത്രം ഏതാണ്ട് തെളിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. BJPയുടെ NDAയുടെ മാത്രം പട്ടിക വന്നാൽ മതി. അതിൽ തന്നെ അവരുടെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൊക്കെ നമുക്കിപ്പോൾ ആരാണ് മത്സരിക്കുന്നതെന്ന കാര്യത്തിൽ വ്യക്തത വന്നു. ഇപ്പോൾ തൃശ്ശൂരിലും ആറ്റിങ്ങിലുമൊക്കെ CPIMൻ്റെ സ്ഥാനാർത്ഥി പട്ടിക MV ഗോവിന്ദൻ 3:30 വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. ഓൾമോസ്റ്റ് എല്ലാ MP-മാരും കോൺഗ്രസിന് വേണ്ടി UDFന് വേണ്ടി മത്സരിക്കുന്നുണ്ട്. ലീഗിൻ്റെയും നമുക്ക് പ്രതീക്ഷിക്കാവുന്നേ ഉള്ളൂ. ചില മാറ്റങ്ങൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം. എനിവേ, മത്സര ചിത്രം തെളിയുമ്പോൾ പല സംഗതികളുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ശോഭന BJPക്ക് വേണ്ടി മത്സരിക്കുന്നു. നമുക്കറിയാമല്ലോ, തൃശ്ശൂരിലെ BJP പരിപാടിയിൽ ശോഭന പങ്കെടുക്കാൻ വന്നതിന് ശേഷം അവർ BJP അനുഭാവത്തിലേക്ക് പോകുന്നുള്ള ചർച്ചകൾ ഒരു വശത്തുണ്ട്. എന്ന് സുരേഷ് ഗോപി അവകാശപ്പെടുന്നു തിരുവനന്തപുരത്ത് മത്സരിക്കുമെന്ന്. അവർ മത്സരിക്കാൻ സാധ്യതയില്ല എന്ന് ശശി തരൂർ പറയുന്നു. ഞങ്ങൾ സുഹൃത്തുക്കളാണ് എന്ന്. അങ്ങനെ പലതരത്തിലുള്ള ഡെവലപ്മെൻറ്റ്സ് ആണ്. നമ്മൾ തെരഞ്ഞെടുപ്പിനെ കൂടി സംസാരിക്കാം എന്ന് വിചാരിക്കുകയാണ്. സാർ, എന്താണ് തോന്നുന്നത്? മത്സര ചിത്രം പൊതുവേ തെളിഞ്ഞപ്പോൾ കേരളത്തിൻ്റെ ഒരു മൂഡ് എന്താണ്? അതിനകത്ത് തന്നെ എന്തൊക്കെ പ്രധാനപ്പെട്ട സംഗതികളിലാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് ചിന്ത ലോക്കായി കിടക്കുന്നത്? പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ CPM-ഉം CPI-യും പിന്നെ അവരുടെ കൂടെ നിൽക്കുന്ന കേരള കോൺഗ്രസും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ആ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി പട്ടിക പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. അതൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവരൊരു സജ്ജമായിട്ട് തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങുന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കാൻ അത് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ മാത്രവുമല്ല, അവർ അതിൽ ഏറ്റവും യോഗ്യരാണെന്ന് കാണുന്ന, അല്ലെങ്കിൽ ഏറ്റവും ഈ സന്ദർഭത്തിൽ ഒരു നല്ല പോരാട്ടം കാഴ്ചവെക്കാൻ കഴിയുമെന്ന് അവർ പ്രതീക്ഷിക്കുന്ന ഏറ്റവും നല്ല ആളുകളെ തന്നെ ഇറക്കാൻ കഴിഞ്ഞു എന്നുള്ളത് പൊതുവിൽ അംഗീകരിക്കുന്ന ഒരു കാര്യവുമാണ്. അതിലിപ്പോൾ തർക്കങ്ങൾ പലതും ഉണ്ടാവുമായിരിക്കും. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഫീൽഡ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു പാനലിനെയാണ് അവർ മുന്നോട്ട് വച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ, പ്രത്യേകിച്ച് തൃശ്ശൂരിൽ സുനിൽകുമാറിനെ കിട്ടുന്ന ഒരു സ്വീകാര്യത, അതുപോലെ തന്നെ ഇപ്പോൾ കോഴിക്കോടാണെങ്കിൽ എളമര കരീമാണെങ്കിൽ പോലും MK രാഘവനോട് നേരിടാൻ കഴിയുന്ന ഒരാളെന്ന നിലയിൽ, പിടിച്ചു നിൽക്കാൻ ഏറ്റവും ശേഷിയുള്ള ഒരാളെന്ന നിലയിൽ കാണുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ട്. അതുപോലെ തന്നെ KK ശൈലജയുടെ കാര്യം നമ്മൾ പറഞ്ഞു. പിന്നെ കണ്ണൂരിലാണെങ്കിലും സുധാകരനെതിരെ മത്സരിക്കുമ്പോൾ MV ജയരാജൻ്റെ ഒരു പോപ്പുലർ ബേസ് അത് ഇതാവും. അപ്പോൾ അങ്ങനെ ഒരു സംഗതി നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതുകൊണ്ട് മാത്രം ഇടതുമുന്നണിക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായി എന്ന് നമുക്ക് പറയാനും കഴിയില്ല. അത് ഇപ്പോൾ തൊട്ടടുത്ത ദിവസം പിന്നെ UDFൻ്റെ ഒരു ലിസ്റ്റ് വരുന്നതോടുകൂടി അത് ചിത്രം അവർക്കും പിന്നെ വളരെ സജീവമായി മുന്നോട്ട് വരാനുള്ള ഒരു സാഹചര്യമാവും. NDAയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ശോഭനയുടെ കാര്യം പറഞ്ഞു. ശോഭന വരികയാണെങ്കിൽ നല്ലൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നതിന്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഒരാളും കൂടി സംഖ്യയാക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ പറയുന്നതല്ല. ഒരാളും കൂടി ഒരു ലേഡി, അത് സിനിമാ രംഗത്ത് നിന്നുള്ളതാണെങ്കിൽ അങ്ങനെ ഒരു വനിതാ സ്ഥാനാർത്ഥി ഉണ്ടാവുന്നത് നല്ലതാണെന്ന് ഞാൻ പറഞ്ഞു. എപ്പോഴും ഏത് സമയത്തായാലും ഒരു വനിതാ സ്ഥാനാർത്ഥി ഈ സമയത്ത് നല്ലത് തന്നെയാണ്. പക്ഷേ അതിനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ കേന്ദ്രമന്ത്രി പിന്നെ രാജീവ് ചന്ദ്രശേഖരൻ അവിടെ മത്സരിക്കാൻ റെഡിയായി നിൽക്കുകയാണ് എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ അതിന് പാരവയ്ക്കുന്ന ഒരു സംഗതിയായി അത് മാറുമോ എന്നുള്ളത് സംശയിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അവർക്ക് അപ്പോൾ മാത്രമല്ല, ശോഭന അവരുടെ പൊളിറ്റിക്സ് അവർ പറയാനൊരു അവസരം അവർ തുറന്നു പറഞ്ഞു. ഞാൻ BJPയോടൊപ്പമാണ് എന്ന നിലയ്ക്ക് അവർ മുന്നോട്ട് വരികയാണെങ്കിൽ അവരെ എതിർക്കാനും നമുക്കൊരു സുഖമുണ്ടാവും. ഒരു ഗ്രൗണ്ടായി. കാരണം ഒരാവശ്യമില്ലാതെ ഒരാളെയും ഇപ്പോൾ നമ്മൾ അങ്ങനെ ബ്രാൻഡ് ചെയ്തിട്ടൊക്കെ സംസാരിച്ചുകൊണ്ട് അവർ കൃത്യമായി പറയട്ടെ അവരുടെ പൊളിറ്റിക്സ്. അവരെ ചോദ്യം ചെയ്യാൻ നമുക്ക് ആ ചോദ്യം ചെയ്യാനുള്ള ഒരു സന്ദർഭം കൂടി ഉണ്ടാവുന്നത് വളരെ നല്ലതാണെന്ന് ഞാൻ. പക്ഷേ NDAയെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഞാൻ വിചാരിക്കുന്നത് ഈ രണ്ട് മുന്നണികളെ അപേക്ഷിച്ച് കൂടുതൽ പ്രയാസകരമാവുന്നത് അവർക്കായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞാൽ, പക്ഷേ കേരളത്തിൽ തിരഞ്ഞെടുപ്പിന് നിർണ്ണയിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം, നിങ്ങൾ ഈ ഹിന്ദുത്വ ഭരണകൂടം വീണ്ടും അധികാരത്തിൽ വരണോ വേണ്ടയോ എന്ന ചോദ്യത്തോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതനുസരിച്ച് തന്നെയായിരിക്കും എന്നുള്ളതാണ്. ഹിന്ദുത്വ ഭരണകൂടം അല്ലെങ്കിൽ ഗവൺമെൻറ് ഇനി വീണ്ടും അധികാരത്തിൽ വരുന്നുണ്ടെങ്കിൽ അത് വരും എന്നുള്ള ഒരു സാധ്യത കൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് എന്ന് തോന്നിക്കുന്ന അവസ്ഥയുണ്ട് ഇപ്പോൾ. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കാതലായ ചോദ്യം, അതിനോട് ഏറ്റവും ശക്തമായി പോരാടാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി ആരായിരിക്കും കേരളത്തിൽ? കക്ഷി ഏതാണ്? ഈ കക്ഷി ഏതാണെന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞത്, സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ പോലും അത് വന്നുകൂടായില്ല. ഇപ്പോൾ NK പ്രേമചന്ദ്രൻ്റെ കാര്യത്തിൽ ഈ പറയുന്നത് ചെറിയ കാര്യമല്ല എന്നെനിക്ക് അഭിപ്രായമുണ്ട് ഇപ്പോൾ. കാരണം എന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു പദ്ധതി പ്രഖ്യാപനത്തിൽ, പദ്ധതിയുടെ ഏതാണ് എന്ന് ഞാൻ പറഞ്ഞു, പിന്നെ പ്രസംഗിച്ച സമയത്ത് മോദി ഒരു പദ്ധതി പ്രഖ്യാപിച്ചാൽ അതിൻ്റെ കൂടെ നിൽക്കും, അത് പൂർണ്ണമായും പിന്നെ നടപ്പിൽ വരുന്നവരെ അദ്ദേഹത്തിൻ്റെ ഒരു കണ്ണ് അതിനകത്തുണ്ടാവും, അത് വലിയ സംഭവമാണ് എന്ന രീതിയിൽ പ്രസംഗിച്ചു കഴിഞ്ഞ ദിവസം. എന്നിട്ട് പിന്നെ പോയി പിന്നെ UDFൻ്റെ എന്തോ പ്രചാരണ യോഗത്തിൽ ഭയങ്കരമായിട്ട് മോദി വിരുദ്ധമായി അതും പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു സ്ഥാനാർത്ഥിയെ മാത്രമായിട്ട് അങ്ങെടുത്ത് പറയുകയല്ല, ഇതുപോലുള്ള
ഒരു 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 പ്രൊഫൈലോടുകൂടിയാണ് സ്ഥാനാർത്ഥികൾ ഉണ്ടാവുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിന് അത് ഒട്ടും തന്നെ അംഗീകരിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അത് പൂർണ്ണമായിട്ടും ഇപ്പോഴത്തെ ഘട്ടത്തിൽ അവരൊരു വോട്ട് ബാങ്കായിട്ട് കേരളത്തിൽ ഇപ്പോഴും ബാക്കിയുണ്ടോ, നിൽക്കുന്നുണ്ടോ, അതുണ്ടോ ഇതുണ്ടോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. പക്ഷേ ആ ചിന്താഗതിക്ക് നല്ല ബലം വരും കേരളത്തിൽ. അതായത് ന്യൂനപക്ഷങ്ങളോടൊപ്പം നിൽക്കുന്നുണ്ടോ ഇല്ലയോ, ഈ സർക്കാർ വീണ്ടും അധികാരത്തിൽ വരണത് കേവലം കേരളത്തിലെ മാത്രം പൊളിറ്റിക്സ് മാത്രം ചർച്ച ചെയ്യുന്ന ഒരു തിരഞ്ഞെടുപ്പ് ആയിരിക്കില്ല ഇത് എന്നാണ്. അത് ഉറപ്പായിട്ടും ചർച്ച ചെയ്യും. ഇപ്പോൾ വീണയുടെ വിഷയം ഒക്കെ ചർച്ചയ്ക്ക് വരുമായിരിക്കും. പക്ഷേ എന്നാലും അതിലേറെ വോട്ടിനെ നിയന്ത്രിക്കുന്ന ഒരു ഘടകമായിട്ട് ഈ ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു പ്രാധാന്യം വരും എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. അല്ല ജിംസ്, കേരളത്തിൻ്റെ ഒരു പൊതുമനസ്സ് സംസാരിക്കുന്ന ഒരു വിഷയം മോദിയോട് മുട്ടാൻ ആരാണ് ഫാർ ബെറ്റർ എന്നതിനെക്കുറിച്ച് ആലോചിക്കുമല്ലോ. ആ ആലോചനയുടെ നേട്ടം ഈ മൊമെൻറ്റിൽ ആരാണ് എൻകാഷ് ചെയ്യുന്നതാണ് തോന്നുന്നത്. രാഹുൽ ഗാന്ധി ഉണ്ടെങ്കിൽ ഒരു അഡീഷണൽ അഡ്വാൻറ്റേജ് ഒക്കെ UDF കിട്ടിയാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ല എന്ന് കേൾക്കുന്നു. അപ്പോൾ പിന്നെ മെറിറ്റിൽ വെച്ചിട്ടുള്ള ഡിസ്കഷനാണ്, പോരാട്ടമാണ്, മറ്റേ ഈ വൈകാരിക അതിരേകമൊന്നുമില്ല. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സീൻ എന്താണ് കാണുമ്പോൾ തോന്നുന്നു? മോദി വീണ്ടും വരും, ഈ മോദി മൂന്നാമതും വരും എന്നൊരു തോന്നലുണ്ടാക്കാൻ മോദിക്ക് കഴിഞ്ഞിട്ടുണ്ട്, BJP കഴിഞ്ഞിട്ടുണ്ട്. കാരണം മോദിക്ക് ആ ഗ്യാരണ്ടി എന്ന് അദ്ദേഹം എപ്പോഴും പറയുന്നു. ഞങ്ങൾ ജൂണിൽ വേറെ ബഡ്ജറ്റ് അവതരിപ്പിച്ചോളാം എന്ന് പറയുന്നു. ഞങ്ങൾ ഭൂരിപക്ഷം ഉയർത്തുമെന്ന് പറഞ്ഞു. 370 സീറ്റ് BJPക്ക് ഒറ്റയ്ക്ക് ലഭിക്കും, 400 മൊത്തം NDAക്ക് ലഭിക്കും എന്ന് വളരെ ആത്മവിശ്വാസത്തോടെ പറയുന്നു. അപ്പോൾ 2019 ഒരുപക്ഷെ ഇതേക്കാൾ കൂടുതൽ മോദിക്കെതിരെ എതിർപ്പുകളുണ്ടായിരുന്നു. റഫാൽ അഴിമതി കേസുണ്ട്, ചൗക്കിദാർ ചോർഹ എന്ന പ്രമേയത്തിൽ രാഹുൽ ഗാന്ധിയുടെ നിരന്തര പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോഴാണ് വളരെ പെട്ടെന്ന് പുൽവാമ ഉണ്ടാവുന്നതും പുൽവാമയുടെ മൊത്തം ചിത്രം മാറി തെരഞ്ഞെടുപ്പ് തൂത്തുവാരുകയാണ് BJP ചെയ്തത്. അപ്പോൾ ഈ തവണ എന്താണ് ഒരു ഫീൽ, ഒരു നാഷണൽ ഫീൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വീണ്ടും വരും എന്നൊരു ആത്മവിശ്വാസം ജനങ്ങളിലേക്ക് പ്രചരിപ്പിക്കാൻ BJP കഴിയുന്നുണ്ട്. കേരളത്തിലേക്ക് വരുമ്പോൾ മോദി പിന്നെയും വരും അല്ലേ? അങ്ങനെയാണെങ്കിൽ മോദിയുടെ ഒരു സർവാധികാര പ്രമത്തതയെ ചോദ്യം ചെയ്യാൻ ആര് വേണം എന്നൊരു ക്വസ്റ്റ്യൻ സ്വാഭാവികമായും എല്ലാ വോട്ടർമാരുടെ ഉള്ളിലുണ്ടാവും. കഴിഞ്ഞ തവണത്തേതുപോലെ 20 കോൺഗ്രസ് MLA-മാർ വിട്ടുകഴിഞ്ഞാൽ ആ പണി നിറവേറ്റുമോ എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ട് വരും. സൈദ്ധാന്തികമായി ഈ പറയുന്ന ഫാഷിസത്തിനെതിരെ കുറേ കൂടി സംസാരിക്കാൻ പറ്റുന്നത് CPM-കാർക്കാണ്, അല്ലെങ്കിൽ LDF-ലെ ജനപ്രതിനിധികൾക്കാണെന്ന് തോന്നൽ കേരളത്തിലെ ജനങ്ങൾക്കുണ്ടാകും. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്തായാലും ഇക്കുറി LDF-ന് ഉണ്ടാവും എന്നുള്ള തർക്കമില്ല. ബ്രിട്ടാസിൻ്റെ പ്രസംഗം പോലുള്ള റെഫറൻസുകളുണ്ട്. അതുമാത്രവുമല്ല ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നിർണായകമായ ക്രൂഷ്യൽ സിറ്റുവേഷനിൽ നിങ്ങൾ എന്ത് നിലപാട് സ്വീകരിക്കും, നിങ്ങൾ എന്ത് പ്രസംഗിച്ചു എന്ന് മാത്രമല്ലല്ലോ, ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നിങ്ങൾ എന്ത് പ്രസംഗിച്ചു എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾ എന്ത് നിലപാട് സ്വീകരിച്ചു എന്നുള്ളതും പ്രധാനമാണ്. അങ്ങനെ നോക്കുമ്പോൾ പോലും നിലപാടിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും LDF-ന് ഒരു മേൽക്കൈ ജനങ്ങൾക്കിടയിലുണ്ട്. അപ്പോൾ അത് LDF-ന് അഡ്വാൻറ്റേജ് ആവുന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അപ്പോൾ ഇത് UDF നേരത്തെ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് 2019 അല്ല 2024 എന്നുള്ള കാര്യം UDF-ന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അവർ സിറ്റിംഗ് MP-മാർ തന്നെ മത്സരിക്കണമെന്ന് AICC വാശി പിടിക്കുന്നതുകൊണ്ടാണ്. കാരണം ഒരു പുതുമുഖത്തെ നിർത്തി ജയസാധ്യതയിൽ റിസ്ക് എടുക്കാൻ അവർക്ക് തയ്യാറല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ആരോഗ്യ പ്രശ്നമുണ്ട് എന്ന് പറയുന്ന സുധാകരനോട് പോലും AICC മത്സരിക്കാൻ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഒരു സീറ്റിലും അവർ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറില്ല. കാരണം കേരളത്തിൽ നിന്ന് കിട്ടുന്ന 19-20 സീറ്റ് കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ നിർണായകവുമാണ്. അതേസമയം LDF-ന് അവരുടെ രാഷ്ട്രീയ നിലപാടിനുള്ള അംഗീകാരം ജനങ്ങളിൽ നിന്ന് നേടിയെടുക്കുകയും വേണം. അതിനനുസരിച്ചുള്ള ഒരു സ്ഥാനാർത്ഥി പ്ലേസ്മെൻ്റാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. അതിൽ അവർക്ക് എന്ന് മാത്രമല്ല, സ്ഥാനാർത്ഥി പ്രഖ്യാപനം നേരത്തെയാക്കിയത് അവർക്കൊരു ചെറിയ മേൽക്കൈ ലഭിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ കുറേ കൂടി പരമ്പരാഗതമല്ലാത്ത വോട്ട് ബാങ്കിലേക്ക് കടന്നു കയറാനുള്ള ഒരു കുശാഗ്ര ബുദ്ധിയും പൊന്നാനി സ്ഥാനാർത്ഥിയിലൂടെ CPM കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തെ പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിപ്പിക്കുന്നതെന്ന് കൂടി ആലോചിക്കുക. അതിലൊരു ഏറ്റവും വലിയ തമാശ ഈ പറയുന്ന ഹംസ കെ എസ് ഹംസ മുസ്ലിം ലീഗിലായിരുന്ന സമയത്ത് അദ്ദേഹം ഒരു കുഞ്ഞാലിക്കുട്ടി വിരുദ്ധനായിരുന്നു. കുഞ്ഞാലിക്കുട്ടി വിരുദ്ധർക്ക് കുഞ്ഞാലിക്കുട്ടിയോടുള്ള എതിർപ്പ് എന്താണ്? CPM-മായി കോംപ്രമൈസ് ചെയ്യുന്നുള്ളതായിരുന്നു. ആ വിഷയത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടയാൾ നേരെ പോയി പാർട്ടി ചിഹ്നത്തിൽ, സ്വതന്ത്രനായിട്ടല്ല, CPM-ൻ്റെ പാർട്ടി ചിഹ്നത്തിൽ ലീഗ് സ്ഥാനാർത്ഥിക്ക് തന്നെ മത്സരിക്കുന്നു എന്നുള്ളൊരു ഐറണി കൂടി നമ്മളിവിടെ കാണുകയാണ്. അതൊക്കെ പോട്ടെ. ഞാൻ നിഷ ചോദിച്ച മറ്റൊരു കാര്യത്തിലൂടെ ശോഭന തിരുവനന്തപുരത്ത് വരുമെന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. അതിൽ പ്രൊമോസാർ പറഞ്ഞാൽ എനിക്കൊരു ചെറിയ വിയോജിപ്പുണ്ട്. ശോഭന വരട്ടെ എന്നല്ല, ശോഭന വരാൻ പാടില്ല എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ വർഗീയവാദം നോർമലൈസ് ചെയ്യപ്പെടുന്നുണ്ട് കേരളത്തിൽ. എനിക്ക് വളരെ വ്യക്തിപരമായ അനുഭവങ്ങളുണ്ട്. അതർവൈസ് ഒട്ടും വർഗീയവാദികളല്ലാത്ത ആളുകൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപി എന്നാൽ വോട്ട് ചെയ്യാം എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവരോട് അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്. അതായത് കേരളത്തിൽ BJP-യുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ഒട്ടും വില പോകാത്ത ഒന്നാണ് വർഗീയത. അപ്പോൾ വർഗീയത വിറ്റുപോകാത്ത കേരളത്തിൽ പകരം വേറെ എന്ത് വയ്ക്കുമെന്ന് വെച്ചപ്പോൾ ഇപ്പോൾ എന്താണ് പറയുക, ജനസേവനം, ആതുര സേവനം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വോട്ട് നേടാനുള്ള ശ്രമമാണ് നടത്തുന്നത്. പക്ഷെ അത് സുരേഷ് ഗോപി അത് ശ്രമിച്ച് അത് നടക്കുമ്പോഴും പാർലമെൻറ്റിൽ ചെന്നിട്ട് അദ്ദേഹം കൈ പൊക്കുന്ന എന്തിനു വേണ്ടിയാണ്?
നിരപരാധികളുടെ വീട് ബുൾഡോസർ വച്ച് തകർക്കുന്ന നിയമങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി, അതായത് രാജ്യത്തെ വിഭജിക്കുന്ന നിയമങ്ങൾക്കും രാജ്യത്തെ വിഭജിക്കുന്ന നയങ്ങൾക്കും കൈവക്കാൻ വേണ്ടി നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ശോഭന പാർലമെൻറ്റിൽ പോയിരുന്നിട്ട് അവിടെ തുപ്പുന്ന വിഷങ്ങൾക്കൊക്കെ കൈപൊക്കി വോട്ട് ചെയ്യുന്ന ഒരു സീൻ ആലോചിച്ച് നോക്കുക. അവരിനി എന്തുദ്ദേശത്തോടെ അല്ലെങ്കിലും, അപ്പം അവരൊരു BJP അനുഭാവിയാണെന്നോ അവരൊരു സംഘപരിവാറിയാണെന്നോ ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ അവർ തന്നെ ഇപ്പോൾ മോദി ക്ഷണിച്ചൊരു പരിപാടിയിൽ വന്ന് പങ്കെടുത്തിട്ട് അവർ ആകെ ഒരു പോയിട്ട് ഒരു എന്താണ് ഹ്യൂജ് ഫാൻ മൊമെൻറ്റ് എന്നാണ് അദ്ദേഹത്തെ അവർക്ക് കൈയടിക്കുന്ന സ്ത്രീകളെ കണ്ടിട്ടാണ് അവർ ആ ഫോട്ടോ ഇട്ടിട്ടുള്ളത്. അല്ലാതെ മോദിയുടെ ഫാനാണെന്നല്ല അവർ പറഞ്ഞിട്ടുള്ളത്. അവരിപ്പോഴും തൻ്റെ രാഷ്ട്രീയം തുറന്നു പറയാത്ത ആളാണ്. ഇപ്പം സുരേഷ് ഗോപി സമ്മർദ്ദം ചെലുത്തി അവിടെ സ്ഥാനാർത്ഥിത്വം കൊണ്ടുവരുന്നതിന് പിന്നിൽ, സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമിക്കുന്നതിന് പിന്നിൽ ഞാൻ മറ്റ് ചില കാര്യങ്ങളാണ് കാണുന്നത്. ഒന്ന്, ശോഭന തിരുവനന്തപുരംകാരിയാണ്, അതുകൊണ്ടായിരിക്കും അവരെ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവുക. ഞാൻ കാണുന്നത് രാജീവ് ചന്ദ്രശേഖരനെ വെട്ടാനുള്ള അടവായിട്ടാണ്. കാരണം രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് മാത്രമല്ല, അദ്ദേഹം കേരള രാഷ്ട്രീയത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് ഒരു ബേസ് ഇല്ല. അദ്ദേഹത്തിന് നിലവിലുള്ള ബേസ് ബാംഗ്ലൂരാണ്. പക്ഷേ ബാംഗ്ലൂർ അദ്ദേഹത്തിന് സീറ്റ് കിട്ടില്ല, BJP സീറ്റ് കൊടുക്കില്ല. അപ്പോൾ അദ്ദേഹത്തിന് മത്സരിക്കാൻ സാധ്യതയുള്ള സ്ഥലം കേരളമാണ്. അപ്പോൾ അത് വെട്ടാനുള്ള കേരള നേതൃത്വത്തിൻ്റെയോ മറ്റാരുടെയോ താല്പര്യത്തിൻ്റെ പുറത്താണ് ശോഭന അവിടെ പ്ലേസ് ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ശശി തരൂരിനെയാണ് കുറച്ചുകൂടി വിശ്വസിക്കുന്നത്. തരൂരിൻ്റെ അടുത്ത സുഹൃത്താണ് ശോഭന എന്ന് പറയുന്നു. അത് ശരിയായിരിക്കാം. അപ്പോൾ അവരോട് ഫോൺ ചെയ്ത് പറഞ്ഞു ഞാൻ മത്സരിക്കാനില്ലെന്ന് പറഞ്ഞാൽ തരൂർ പറയുന്നതാവാനാണ് ശരി എന്നാണ് ഞാൻ കരുതുന്നത്. യെസ്, അതാണ്.